കിടക്കുന്നില്ലേ? ലൈറ്റ് കിടക്കുന്ന കണ്ടിട്ടാ ഞാൻ വന്നത്. ഇപ്പൊ ഇരുട്ടിനോട് പോലും എനിക്ക് പേടിയാ മോളെ. അത്രമാത്രം ഒറ്റപ്പെട്ടതുപോലെ. എന്താ അമ്മ ഇത്? അമ്മ വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കണ്ട. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കാഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മക്കളെല്ലാം ഒരുപാടങ്ങ് വളർന്നു. അന്നും ഇന്നും എന്റെ മനസ്സിൽ ഈ വീടും എന്റെ 5 മക്കളും മാത്രമേ ഉള്ളൂ. വേറൊരു ചിന്തയും എനിക്കില്ല. അതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നതും. അമ്മ പറയുന്നത് അമ്മയുടെ ആഗ്രഹമല്ലേ, അല്ലാതെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലല്ലോ. ഭാവനേച്ചിയുടെ പേരിൽ ഈ വസ്തു വാങ്ങുന്നതിനോട് ആരും യോജിക്കാത്ത സ്ഥിതിക്ക് എന്തിനാ അമ്മ വെറുതെ ഒരു സംസാരം? ഭാവനേച്ചിക്ക് ഈ ഒരു തീരുമാനം ഇഷ്ടപ്പെടാൻ ഒരു ചാൻസും ഇല്ല. അല്ലേലും ഭാമേച്ചിക്ക് എവിടെ എന്ത് പറയണോന്ന് അറിയത്തില്ല. അഭിയേട്ടൻ നല്ലതുപോലെ കൊടുത്തിട്ടുണ്ട്. അഭി എന്ത് പറഞ്ഞു? അഭിയേട്ടന് കാശെന്ന് കേട്ടാലൊന്നും കണ്ണു മഞ്ഞളിക്കില്ലെന്ന് ഭാമേച്ചിക്ക് അറിയത്തില്ലമ്മേ. അമ്മയുടെ തീരുമാനത്തെ ഭാവനേച്ചി എതിർത്തതും ചോദ്യം ചെയ്തതും ഒന്നും അഭിയേട്ടന് തീരെ ഇഷ്ടമായിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാ വഴക്ക് പറഞ്ഞത്. ഞാൻ കേട്ടതായിട്ടൊന്നും ഭാമേച്ചിക്ക് അറിയത്തില്ല. നീയായിട്ട് ഇനി അറിയിക്കാനൊന്നും പോണ്ട. ഇല്ലമ്മേ, ഭാമേച്ചിയുടെ സ്വഭാവം എനിക്കറിയത്തില്ലേ. എങ്ങനെയെങ്കിലും നിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. എങ്കിലേ മനസ്സിനൊരു സമാധാനമുള്ളൂ. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും അമ്മേ. അമ്മ ഇങ്ങനെ വിഷമിക്കാതെ. അമ്മ നോക്കിക്കോ, ഭാവനേച്ചി ഈ വിവരം അറിയുമ്പോ നല്ലതുപോലെ വിഷമിക്കും. അതിനൊരു സംശയം വേണ്ട. എന്നും എല്ലാവരും ചേർത്ത് പിടിക്കാനേ ഭാവനേച്ചി നോക്കിയിട്ടുള്ളൂ. അതിനൊരു വീഴ്ച വരാൻ ഭാവനേച്ചി അനുവദിക്കില്ല. ആർക്കും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സൗഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.